إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുമേഖലകളിലും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും പരലോകത്ത് സ്വീകരിക്കപ്പെടുക എന്നത് നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു സൗഭാഗ്യമാണ്. നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്ത് ഉപദേശിക്കുമായിരുന്നു. കൂനു ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ. ഒരു അമൽ, ഒരു കർമ്മം നിങ്ങൾ പ്രവർത്തിക്കാൻ, ആ കർമ്മം ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ സൂക്ഷ്മത, അതിനേക്കാളും ആ കർമ്മം സ്വീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. ശേഷം അദ്ദേഹം പറഞ്ഞത്, അലം തസ്മഉ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന്. എന്താണ് തഖ്വ എന്നതും ദീനിയായ അറിവിൽ നാം നേടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. തഖ്വയെ പണ്ഡിതന്മാർ നിർവചിച്ചത്, അത്തഖ്വ അൻ തഅമല അലാ ത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക, ആ കർമ്മം അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാകുക, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടാകുക. വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. ഒരു തിന്മയെ ജീവിതത്തിൽ അകറ്റുമ്പോൾ അതിലും അല്ലാഹുവിന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാകുക, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാകുക, ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് തഖ്വ. വേഷവും കോലവും നോക്കി നിർവചിക്കാൻ പറ്റുന്നതല്ല തഖ്വ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും വിശുദ്ധ ഖുർആനിൽ ഈ വിഷയകമായി വന്ന കാര്യങ്ങൾ അനിവാര്യമായും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഫമൻ യഅമൽ മിനസ് സ്വാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഅയിഹി വഇന്നാ ലഹു കാതിബൂൻ. ആരാണ് വിശ്വാസിയായിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്? ഫലാ കുഫ്റാന ലിസഅയിഹി, അവരുടെ പരിശ്രമങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല പരലോകത്ത്. നാം അവരുടെ കർമ്മങ്ങൾ
രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു ഉണർത്തി. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പ്രവാചക ചര്യക്കനുസരിച്ച് നാം പാരായണം ചെയ്യേണ്ട ഒരു അധ്യായം. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു സുന്നത്തെന്ന നിലക്ക് പാരായണം ചെയ്യുന്ന ആ സൂറത്തുൽ കഹ്ഫിൽ തൗഹീദ് മനസ്സിലാക്കാൻ ഒരുപാട് തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ പരലോക വിശ്വാസം ഒരാൾക്ക് ദൃഢീകരിക്കാൻ, പരലോകത്തിലുള്ള വിശ്വാസത്തിൽ നാം ഒരടിയുറച്ച വിശ്വാസിയാകാൻ ആവശ്യമായ ഉപദേശങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ കാണാം. അതുപോലെ തന്നെ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ബിദ്അത്തിന്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കേൾപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹൽ നുനബ്ബിഉകും, നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടവരെ, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. കർമ്മങ്ങൾ ചെയ്ത് ഐഹിക ലോകത്ത് തങ്ങൾ കർമ്മങ്ങളാൽ തെറ്റിപ്പോയവരാണവർ. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ ആ കർമ്മങ്ങൾ നിഷ്ഫലമായി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവരൊക്കെ വിചാരിച്ചത് ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണല്ലോ എന്നാണ് അവർ കരുതിയത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ജൂതരും ക്രൈസ്തവരും അതുപോലെ ഖവാരിജുകളും അവരിലെ തീവ്രവാദ വിഭാഗമായ ഹറൂറിയത്തുകളും പെടുന്നതോടൊപ്പം ഇബ്നു കസീർ റഹ്മഹുല്ല വിശദീകരിച്ചത് കാണാം. വഇന്നമാ ഹിയ ആമത്തുൻ ഫീ കുല്ലി മൻ അബദല്ലാഹ അലാ ഗൈരി ത്വരീഖത്തിൻ മർളിയ്യ. അല്ലാഹു തൃപ്തിപ്പെടാത്ത വഴിക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത എല്ലാവരും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചല്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ അലാ ത്വരീഖത്തിൻ മർളിയ്യ, അത് അല്ലാഹു തൃപ്തിപ്പെടാത്ത വഴിക്കാണ്. യഹ്സബു അന്നഹു മുസീബുൻ ഫീഹ, ആ കർമ്മങ്ങൾ ചെയ്യുന്നവൻ വിചാരിക്കുന്നത് ഇതിനൊക്കെ എനിക്ക് ഇത് ശരിയാണ്, ഇതിന് പ്രതിഫലം കിട്ടും. വ അന്ന അമലഹു മഖ്ബൂൽ, തന്റെ കർമ്മങ്ങൾ പരലോകത്ത് സ്വീകരിക്കപ്പെടുമെന്ന് അവൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹുവ മുഖ്തിഉൻ, അവൻ ചെയ്യുന്നത് തെറ്റാണ്. വ അമലുഹു മർദൂദുൻ, അവന്റെ കർമ്മങ്ങൾ പരലോകത്ത് തള്ളപ്പെടും. ഇത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, മതപരമായ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിന്റെ കക്ഷികളെക്കുറിച്ച്, പ്രത്യേകിച്ചും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത്, യഖ്റുജു ഫീകും ഖൗമുൻ, നിങ്ങളിലൊരു വിഭാഗം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. തഹ്ഖിറൂന സ്വലാത്തകും മഅ സ്വലാത്തിഹിം വസിയാമകും മഅ സിയാമിഹിം വഅമലകും മഅ അമലിഹിം. ആരോടാ ഈ പറയുന്നത്? തന്റെ മുന്നിലിരിക്കുന്ന അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അടക്കമുള്ള ഏറ്റവും ഉത്തമരായ സ്വഹാബത്തിനോടാണ് റസൂലുള്ളാഹി പറയുന്നത്. ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം പുറത്തുവരും, നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരവുമായി തുലനം ചെയ്താൽ, നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും, നിങ്ങളുടെ കർമ്മങ്ങളും അവരുടെ നോമ്പും തുലനം ചെയ്താൽ നിങ്ങളുടേത് എത്ര നിസ്സാരമാണ് എന്ന് തോന്നിപ്പോകും. എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കർമ്മങ്ങളുണ്ടല്ലോ, ഇത്രമാത്രം ഇബാദത്തുകളുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു ഹനാജിറഹും, അവർ വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ, അമ്പിൻ കുറ്റിയിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നവരാണവർ. നോക്കൂ നിങ്ങൾ, ആരെക്കുറിച്ചായി പറയുന്നത്? നേരത്തെ പറഞ്ഞ അല്ലാഹു തൃപ്തിപ്പെടാത്ത വഴിക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ഒരുപക്ഷെ ബിദ്അത്തിന്റെ കക്ഷികൾ, അവർ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകുന്നു. അവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമ്പിൻ കുറ്റിയിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ വളരെ പെട്ടെന്നായിരിക്കും ദീനിൽ നിന്ന് അവർ തെറ്റിപ്പോകുക. ഈ ഹദീസിന്റെ ശറഹിൽ കാണും, ഹദ്ദറന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ബിദ്അഇ വൽ ഗുലുവി ഫിദ്ദീൻ. ഈ
ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിനെ കുറിച്ച് ശക്തമായി ഉണർത്തുകയാണ്. അതുപോലെ ദീനിലുള്ള അതിര് കവിച്ചിൽ ലിഅന്ന ദാലിക യുഅദ്ദി ഇലാ ഇഫ്സാദിൽ മുജ്തമആത്ത്, ദീനിലുള്ള അതിര് കവിച്ചിൽ മുസ്ലിം സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അങ്ങനെയാണ് ഖവാരിജുകൾ എത്തിപ്പെട്ടത്. വറുബ്ബമ അദ്ദ തശദ്ദുദു മഅ അദമിൽ ഫിഖ്ഹി ഫിദ്ദീൻ, ഈ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ദീനിനെ കുറിച്ചുള്ള പാണ്ഡിത്യമില്ല, ദീനിൽ അവഗാഹമില്ല. അതുകൊണ്ട് അവർ എത്തിപ്പെടുന്നത് എവിടേക്കാണ്? ഇലാ തബ്ദീഇ വതക്ഫീരിൽ മുജ്തമഅത്തിൽ മുസ്ലിമ വൽ ഖുറൂജി അലൽ ഹുക്കാമി ബിഗൈരി വജ്ഹി ഹഖ്ഖിൻ, ദീനിൽ ബിദ്അത്തുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. മുസ്ലിം സമൂഹങ്ങളെ തക്ഫീർ ചെയ്യുന്നതിലേക്ക് അവരെത്തും. അതുപോലെ ഭരണാധികാരികൾക്കെതിരിൽ ന്യായമില്ലാതെ സംസാരിക്കുന്ന രംഗത്ത് വരുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. ഇതൊക്കെ ഖവാരിജുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ വരുന്ന വഴിയെ നാം എല്ലാ നിലക്കും വളരെ ശ്രദ്ധയോടെ ഗൗരവത്തിൽ കാണണമെന്നാണ് ഇതുപോലുള്ള സംഭവങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടത്. ഇതിനൊക്കെ കാരണമാകുന്നത് ബിദ്അത്തുണ്ടാക്കുന്ന കക്ഷികളുടെ ഒരൊറ്റ ചിന്തയാണ്. എന്താണ് ആ ചിന്ത? ഞങ്ങൾ ചെയ്യുന്നത് നന്മയാണല്ലോ, നല്ലതല്ലേ, ഇതിനെന്താ കുഴപ്പം? നമ്മുടെ നാടുകളിലും ആളുകൾ പറയാറുള്ളത് അതാണ്. ഒരു സ്വലാത്തല്ലേ, ഒരു ഭക്ഷണം കൊടുക്കലല്ലേ, ഒരു മദ്ഹ് ചൊല്ലലല്ലേ, ഖുർആൻ പാരായണം ചെയ്യലല്ലേ, ഇതെത്ര നല്ല കാര്യമാണ്, ഇതിനെന്താ കുഴപ്പം? അല്ലാഹ് പറയുന്നത് എന്താ? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നോക്കൂ നിങ്ങൾ, ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ കുത്തുബയിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അന്ന റജുലൻ അതസ ഇലാ ജംബി ബിൻ ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചര്യകളെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും ശ്രദ്ധയോടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ അരികിൽ വെച്ച് ഒരാൾ തുമ്മുകയാണ്. തുമ്മിയപ്പോ അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, തുമ്മിയപ്പോ അൽഹംദുലില്ലാ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. ഇതാരാ കേൾക്കുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉടനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വ അന അഖൂലു അൽഹംദുലില്ലാ, ഞാൻ പറയുക അൽഹംദുലില്ലാ എന്നാണ്. വസ്സലാമു അലാ റസൂലില്ലാ വലൈസ ഹാകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയുന്നതോടൊപ്പം റസൂലുള്ളാഹിന്റെ മേൽ ഒരു സ്വലാത്തും സലാമും ചൊല്ലുക എന്നത് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അല്ലമനാ അൻ നഖൂല അൽഹംദുലില്ലാ, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസിന്റെ ശറഹിലും കാണും, കാന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അശദ്ദുന്നാസി ഇത്തിബാഅൻ ലിസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ സ്വഹാബിമാരും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നല്ല ശക്തമായ നിലയിൽ തന്നെ പിന്തുടരുന്ന ആളുകളായിരുന്നു. വ അക്തറുഹും ബുഅദൻ അനിൽ ബിദ്അഇ വല്ലലാൽ, ബിദ്അത്തുകൾ ഏതുണ്ടോ, ലൊലാലത്തിന്റെ വഴികൾ ഏതുണ്ടോ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുമായിരുന്നു അവർ. വഅഖ്വാഹും മുഹാറബതൻ ലിൽ ബിദ്അത്തി വഅഹ്ലിഹാ, ബിദ്അത്തിനോടും അതിന്റെ ആളുകളോടും ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്തിയിരുന്ന ആളുകളായിരുന്നു സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ഒരു ദിക്റിന്റെ വിഷയം നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഇത് ഖുർആനിലൂടെ കൽപ്പനയാണ്. റസൂലുള്ളാഹിന്റെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം. അത് എവിടെ എങ്ങനെ എന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ആ സ്വലാത്തും സലാമും തുമ്മിയ ഒരാൾ അൽഹംദുലില്ലാ പറയുമ്പോൾ അവിടെ സ്വലാത്തും സലാമും ചൊല്ലിയാൽ അത് ബിദ്അത്താണ്. ആ സൂക്ഷ്മതയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ കുറിച്ചുള്ള ഗൗരവമാണ് ആ ഓർമ്മപ്പെടുത്തിയത്. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനും ഇഹ്റാമിനും ഉംറക്കും ഒരാൾ ഒരുങ്ങി പുറപ്പെടുമ്പോ ആ കർമ്മം ആരംഭിക്കുന്നത് മീഖാത്തിൽ വെച്ചാണ്. ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് ഹജ്ജിന് തുടക്കം, അതുപോലെ പിന്നെ ഉംറക്ക് തുടക്കം. ഇമാം മാലിക് റഹ്മഹുല്ലയോട് ഒരാൾ ഞാൻ എവിടെന്നാ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക് റഹ്മഹുല്ല ഹദീസിന്റെ വെളിച്ചത്തിൽ, തെളിവുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞു, മിനൽ മീഖാത്ത് അല്ലത്തി വഖത്ത റസൂലുള്ളാഹ് കാണിച്ചു തന്ന മീഖാത്തുകളുണ്ട്. അപ്പൊ ചോദിച്ച ആള് പറഞ്ഞത് ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. യഥാർത്ഥത്തിൽ മീഖാത്തിന് വേറെ ശ്രേഷ്ഠതകളൊന്നുമില്ല.
മീഖാത്തിന്റെ ശ്രേഷ്ഠത അവിടെ നിന്നായിരിക്കണം ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നതാണ്. വേറെ അവിടെ പ്രത്യേക നിസ്കാരമുണ്ടോ? നിസ്കാരമല്ല. അവിടുന്ന് പ്രത്യേക പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. അവിടെ പ്രത്യേക ആചാരങ്ങളൊന്നുമില്ല. എന്നാൽ മസ്ജിദുൻ നബവിയോ ഒട്ടേറെ പ്രത്യേകതകളുള്ള മസ്ജിദുൻ നബവി. ഒരു വഖ്ത് നമസ്കരിച്ചാൽ 1000 വഖ്ത് നമസ്കരിച്ച പ്രതിഫലം. ആ മസ്ജിദുൻ നബവിയിലാണ് റൗളയുള്ളത്. ഏതാ റൗള? മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. പലരും ധരിച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൊക്കെ ധരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹിന്റെ ഖബറാണ് റൗള എന്നാണ്. ഖബറല്ല റൗള. റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോഴാ പറഞ്ഞു കൊടുത്തത് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഈ മിമ്പറിനും എന്റെ വീടിനുമിടയിലുള്ള കുറഞ്ഞ സ്ഥലം അത് സ്വർഗത്തോപ്പാണ്. ആ സ്വർഗത്തോപ്പിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതിന് പുണ്യമുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ മസ്ജിദുൻ നബവിക്കുണ്ട്. ആ പ്രത്യേകത ഒന്നുമില്ല മീഖാത്തിന്. പക്ഷേ ഇമാം മാലിക്കിനോട് മീഖാത്തിൽ നിന്ന് ഇമാം മാലിക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് പ്രവേശിക്കാണ്. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിക്ക് തോന്നിയില്ല, നല്ല കാര്യം, നിന്റെ തീരുമാനം എത്ര നല്ലത് എന്നല്ല പറഞ്ഞു കൊടുത്തത്. അഖാഫു അലൈക്കൽ ഫിത്ന, നിന്റെ മേൽ ഞാനൊരു ഫിത്നയെ ഭയപ്പെടുന്നു. അപ്പൊ ചോദിച്ചാൾ വീണ്ടും അയ്യു ഫിത്നത്തിൻ ഫിസ്ദിയാദിൽ ഖൈർ, നന്മ വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? അതിന് ഇമാം മാലിക് റഹ്മഹുല്ലാ സൂറത്തുൻ നൂറിലെ ഒരു ആയത്താണ് ഓതിക്കൊടുത്തത്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ദുനിയാവിൽ വെച്ച് ശിർക്കോ ബിദ്അത്തോ നിഫാഖോ അത്തരത്തിലുള്ള ഫിത്നകൾ വരുന്നത് അവർ ഭയപ്പെടട്ടെ, അല്ലെങ്കിൽ പരലോകത്ത് കഠോരമായ ശിക്ഷ വരുന്നത് അവർ ഭയപ്പെടട്ടെ എന്നാണ്. അപ്പൊ ഇത് നമ്മൾ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേശങ്ങളിലൊക്കെ സ്വഹാബത്ത് പറയുന്നുണ്ട്, യുഅല്ലിമുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ, ഓരോ വിശ്വാസിയും പഠിക്കേണ്ട ഖുതുബത്തുൽ ഹാജ. റസൂലുള്ളാഹി നിർവഹിച്ച എല്ലാ ഉപദേശങ്ങളിലും ആ ഖുതുബത്തുൽ ഹാജയുണ്ടായിരുന്നു. ആ ഖുതുബത്തുൽ ഹാജയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദിയ ഹദിയ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമമായ വാക്ക് അള്ളാന്റെ വാക്കാണ്, കലാമാണ്. ഏറ്റവും നല്ല ഹിദായത്തിന്റെ ആ മാർഗം റസൂലുള്ള കാണിച്ചു തന്നതാണ്. പിന്നെ പറയുന്നതോ വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും ചീത്ത ഷർറുൽ ഉമൂർ, അത് ദീനിൽ കടന്നു വന്ന പുത്തനാചാരങ്ങളാണ്. ആ പുത്തനാചാരങ്ങളൊക്കെ മുഹ്ദസാത്തുകളാണ്, ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകളൊക്കെ വഴികേടുകളാണ്. ആ വഴികേടുകൾ എത്തിപ്പെടുക ഇലന്നാർ, നരകത്തിലേക്കുമാണ് എന്നാണ്. ഈ ഉപദേശം നൽകാത്ത റസൂലുള്ളാഹിയുടെ വഅളുകൾ, ഉപദേശങ്ങൾ, ജുമുഅ ഖുതുബകൾ കാണാൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി പ്രവാചക ചര്യയോടൊപ്പം നിലകൊള്ളുക. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന ഈ മൗലിദുൻ നബവിയും അതിനോടനുബന്ധിച്ച് എന്തെല്ലാം പള്ളികളും വീടുകളും അലങ്കരിക്കുന്നത് മുതൽ അതിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തനിച്ച ബിദ്അത്തുകളാണ് എന്ന് തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങൾ മാത്രം മതി. അങ്ങനെ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, അതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നെങ്കിൽ സ്വഹാബത്ത് അതിലേക്ക് മുൻകടക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന മൗലിദുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരിലുള്ള അനാചാരത്തിന്, അത് ആചാരമായി ഇസ്ലാമിലുള്ളതാണ് എന്ന് ആര് പറഞ്ഞാലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അതില്ല. റസൂലുള്ള കാണിച്ചു തന്ന ഉത്തമ നൂറ്റാണ്ടുകളുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് റസൂലുള്ളയും സ്വഹാബത്തും ജീവിച്ച ആ തലമുറയാണ്. അതിനുശേഷം വന്ന തബഉകളാണ്, താബിഉകളാണ്. അതിനുശേഷം വന്ന തബഉത്തബഉകളാണ്. ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ തലമുറയിലുള്ളവരെ പേര് കേൾക്കുമ്പോഴാണ് നമ്മൾ റളിയല്ലാഹു അൻഹു,
സ്ത്രീകളാണെങ്കിൽ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് അല്ലാഹ് തൃപ്തിപ്പെട്ടവർ. അതില് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അങ്ങനെ 10ഓളം സഹാബികളുടെ പേര് ജീവിച്ചിരിക്കെ അവർ മരണപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ള പറഞ്ഞവരുമുണ്ട്. അവരാരും ഇത് ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും, ഇതൊരു ഖൈറാണെങ്കിൽ കൈഫ യഗ്ഫുലു അൻഹു അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി വ സായിറു സ്വഹാബ വ താബിഊൻ വൽ അഇമ്മ വ മൻ ബഅദഹും. ഇതൊരു പുണ്യമുള്ള കാര്യമാണെങ്കിൽ അബൂബക്കറും ഉസ്മാനും അലിയും ഉമറും എങ്ങനെ അതിനെ തൊട്ട് അശ്രദ്ധരാകും? സ്വഹാബികൾ എങ്ങനെ അത് ചെയ്യാതിരിക്കും? താബികൾ എങ്ങനെ ചെയ്യാതിരിക്കും? അറിയപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുമാരെങ്ങനെ ചെയ്യാതിരിക്കും? അവരെ പിന്തുടർന്ന ആളുകൾ എങ്ങനെ ചെയ്യാതിരിക്കും? അവരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ബിദ്അത്തായി കാണണം. പിന്നെ നമ്മുടെ ബാധ്യത എന്താ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന നേരം, മരണപ്പെടുകയാണ്, ഈ ലോകത്തോട് വിട പറയാണ്, മരണവേദന കൊണ്ട് പുളകുന്നു റസൂലുള്ള. ആ സമയത്ത് റസൂലുള്ള എന്തോ പറയുന്നുണ്ട് എന്ന് സ്വഹാബത്തിന് തോന്നുകയാണ്. അവിടെ കാതുകൾ റസൂലുള്ളയുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ച് പിടിച്ചപ്പോ വസ്വലാ വസ്വലാ വമാ മലക്കത ഐമാനുക്കും, ആ സമയത്ത് പോലും റസൂലുള്ള പറയുന്നത് നമസ്കാരം നമസ്കാരം, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്. റസൂലുള്ളയോട് ഇത്തിബാ ഉള്ളവർ, മഹബ്ബത്തുള്ളവർ 5 നേരത്തെ നമസ്കാരം ഫർളായത് ഉപേക്ഷ വരുത്തൂല. അത് ശ്രദ്ധിക്കുന്നവർ കൂടുതൽ സുന്നത്തുകൾ നമസ്കരിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം നേടി അവസാനം സ്വർഗത്തിൽ റസൂലുള്ളയുടെ സഹവാസം നേടിയെടുക്കാൻ ശ്രദ്ധിക്കും. ഉത്തരവാദിത്തങ്ങൾ, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, അത് വീട്ടിലാണെങ്കിലും വീട്ടിന് പുറത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അത് നിർവഹിക്കും. ഇതുപോലെ തന്നെയാണ് റസൂലുള്ളയോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്താ റസൂലെ, നിങ്ങൾ തിങ്കളാഴ്ച പ്രത്യേകമായി നോമ്പ് നോൽക്കുന്നത്? 3 കാരണങ്ങൾ പറഞ്ഞു. ഉലിത്തു ഫീഹി, തിങ്കളാഴ്ച എന്ന ഒരു ദിവസമാണ് ഞാൻ ജനിച്ചത്. ബുഇസ്തു ഫീഹി, അന്നാണ് ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടത്. വ ഉൻസില അലയ്യ ഫീഹി, അന്നാണ് എനിക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഈ 3 കാരണങ്ങൾ കൊണ്ട് തിങ്കളാഴ്ച സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ ഈ പ്രാവശ്യം ഇനി റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ള ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നവർക്ക് തന്നെ ഈ മാസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അന്ന് നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഉപദേശിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഈ ഒരു സമൂഹത്തെ തർബിയത്ത് ചെയ്യാൻ എത്ര ആളുകളുണ്ട്? ഇതൊന്നുമില്ലാതെ കാട്ടിക്കൂട്ടലുകളും ചടങ്ങുകളും ആഘോഷങ്ങളും വലിയ വലിയ പരിപാടികളുമായി ഇത് കൊണ്ടാടുമ്പോ അത് ദീനിൽ ഉള്ളതാണോ അല്ലയോ എന്ന് പഠിക്കേണ്ട ബാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ദീന് അറിയുക, ദീന് പകർത്തുക, അതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.